ദാവൂദ് ഇബ്രാഹിം മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. പിന്നീട് അതേക്കുറിച്ചൊന്നും അറിയില്ല. ഇല്ല, നമ്മൾ അറിയുന്ന എല്ലാ വാർത്തകളുടെയും സ്ഥിരീകരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. കാരണം ദാവൂദിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നും ദുരൂഹതകളുടെ സഹയാത്രികനാണ്. ദാവൂദിനെ കുറിച്ച് ഒരുപാട് തവണ, ഒരു 2-3 വർഷം മുമ്പ് ദാവൂദ് ഹൃദയാഘാതം വന്നു മരിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അനുയായി എന്നറിയപ്പെടുന്ന ഛോട്ടാ ഷക്കീൽ വന്നിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല, ദാവൂദ് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം നടത്തിയത്. ഇപ്പോഴും ഛോട്ടാ ഷക്കീൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ദാവൂദ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഇൻ്റർനെറ്റ് നിരോധനം അടക്കമുള്ള കുറേ കാര്യങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്കൊരു വിവരം കിട്ടിയാൽ പോലും ഇന്ത്യ അത് കൃത്യമായി കൺഫേം ചെയ്യാതെ പറയില്ല. കാരണം ഇതൊക്കെ രാജ്യാന്തര ബന്ധങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദാവൂദിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ദാവൂദിൻ്റെ മരണമാണ്. 1993 മാർച്ച് 12 എന്ന തീയതി ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ 257 ആളുകളാണ് മുംബൈയിൽ നടന്ന 12 ബോംബ് സ്ഫോടനങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 1500ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിൽ പലരും പിന്നീട് മരിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അങ്ങനെ പരിക്ക് പറ്റി മരിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ടാലി, ഒരു ഡാറ്റ നമുക്ക് ലഭ്യമല്ല. ഏതായാലും അന്ന് ഇമ്മീഡിയറ്റ്ലി മരിച്ചത് 257 പേരാണ്. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണമാണ് മുംബൈ സ്ഫോടനത്തിൽ നടന്നത്. ദാവൂദ് ഇബ്രാഹിം, യാക്കൂബ് മേമൻ, ടൈഗർ മേമൻ എന്നിവരാണ് ഇതിലെ പ്രതികളെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ ടൈഗർ മേമനെയും യാക്കൂബ് മേമനെയും നമ്മൾ പിടികൂടുകയും വധശിക്ഷ അടക്കം നടപ്പാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ദാവൂദിനെ കിട്ടാതെ പോകുന്നത്. ദാവൂദ് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ദുബായിലെത്തി, ദുബായ് വഴി കറാച്ചിയിലെത്തി എന്നാണ് നമുക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് അത് ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഏജൻസികൾക്കറിയാം ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ കഴിയുന്നു എന്നാണ് നമ്മുടെ പക്കലുള്ള വിവരം. ദാവൂദിന് ഇപ്പോഴും ഇന്ത്യയിൽ അനുയായികൾ ഉണ്ട് എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? ദാവൂദിന് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും അനുയായികളുണ്ടായിരുന്നു. ഞാൻ 1-2 സംഭവങ്ങൾ പറയാം. 93 മുംബൈ സ്ഫോടനം ഉണ്ടാകുന്നത്. 94 സൗത്ത് ആഫ്രിക്ക വളരെ നിർണായകമായ ഒരു വിവരം ഇന്ത്യക്ക് നൽകി. ദാവൂദ് ഇബ്രാഹിമിന് 18 പാസ്പോർട്ടുകളുണ്ട്. 18 രാജ്യങ്ങളുടെ പാസ്പോർട്ടുണ്ട്. അവയുടെ ഡീറ്റെയിൽസും അവയിലെ പേരുകളും സഹിതം സൗത്ത് ആഫ്രിക്കൻ ഏജൻസി ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി ചില രേഖകൾ കൈമാറിയിരുന്നു. അത് പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു അത് പരിഗണിച്ചില്ല, അവഗണിച്ചു. ഇനി തീർന്നില്ല. ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ദാവൂദിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ റോയുടെ ചുണക്കുട്ടികൾ ചില ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരു തവണ ദാവൂദ് പറക്കുന്ന വിമാനം നിർബന്ധിച്ച് താഴെ തറക്കാനുള്ള എയർഫോഴ്സിൻ്റെ ഒരു ശ്രമം നടന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. 2013 2013 ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തി. ഇന്ത്യ ട്രെയിൻ ചെയ്ത ഇന്ത്യയുടെ 9 റോ കമാൻഡോസ് പാകിസ്ഥാനിൽ കറാച്ചിയിലെത്തി. അവർക്ക് ബംഗ്ലാദേശ്, സുഡാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ പാസ്പോർട്ടുമായാണ് ഇവർ കറാച്ചിയിലെത്തിയത്. കറാച്ചിയിലെത്തി ദാവൂദിൻ്റെ യാത്രാ പഥത്തിൽ ഇവർ കാത്തു നിൽക്കുകയും ദാവൂദിനെ ഷൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ടെലിഫോൺ സന്ദേശം എത്തിയിട്ട് മിഷൻ അബോർട്ട് ചെയ്യാൻ പറയുന്നത്. അന്നും ഇന്ത്യ ഭരിക്കുന്നത് UPA സർക്കാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു അനുഗ്രഹാശിസുകൾ, ബിസിനസ് താല്പര്യമൊക്കെ ആയിരിക്കാം, എക്കാലത്തും ദാവൂദ് ഇബ്രാഹിമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പണ്ടേ ഒരു ചൊല്ലുണ്ട്, ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികായനായി നിൽക്കുന്ന കാലത്തോളം ദാവൂദിനെ തൊടാൻ കഴിയില്ല എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ലാളനയും പ്രോത്സാഹനവും എക്കാലത്തും. അല്ല, രാഷ്ട്രീയക്കാരിൽ കോൺഗ്രസ് ഒഴികെ ഇപ്പോൾ BJP ഭരണം വന്ന ശേഷം, BJP ഭരണം വന്നതിന് ശേഷം BJPയുടെ സംഘങ്ങളെല്ലാം പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലൊന്നാണ് ദാവൂദിനെ പിടിക്കുക എന്നുള്ളത്. നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയുടെ ശത്രുക്കളെ അവരുടെ വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാവുന്നത്. ഇന്ത്യക്ക് ഈ മൊസാദിനെ പോലെ നമ്മുടെ റോ എന്ന് പറയുന്ന ഏജൻസി പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്തിന് ട്രാക്ടർ സമരം നടത്തി റിപ്പബ്ലിക് ഡേയിൽ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാന്റെ കൊടി ഉയർത്തിയ ഖാലിസ്ഥാൻ വാദി ഉൾപ്പെടെ കാനഡയിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, കാനഡയിൽ, അഫ്ഗാനിസ്ഥാനിലൊക്കെയായി ഇന്ത്യയുടെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ അജ്ഞാതനാണ്. ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇന്ത്യയിൽ ഉണ്ടായി വന്നത് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷവും ഇന്ത്യയുടെ നയം ഇന്ത്യയുടെ ശത്രുക്കളെ അവരുടെ വീട്ടിൽ കയറി അടിക്കുക എന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ്. ദാവൂദിൻ്റെ മരുമകൻ എന്ന് പറയുന്നത് ജാവേദ് മിയാൻദാദ്.
അതെ. പാകിസ്ഥാൻ ക്രിക്കറ്ററായ ജാവേദ് മിയാദാദിന്റെ വിവാഹത്തിന്, ദാവൂദിന്റെ മകളുമായുള്ള കല്യാണത്തിന് ദാവൂദ് വരും എന്ന് കരുതി അവിടെ വെച്ച് ഇയാളെ കൊല്ലാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചതാണ്. പക്ഷേ ദാവൂദ് എത്തിയില്ല, അത് അബോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ ഏജൻസികളും നിരന്തരം ദാവൂദിന്റെ പിന്നാലെയുണ്ട്. മറ്റൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദാവൂദിനെ ഇതുപോലെ കറാച്ചിയിൽ പോയി പിടിക്കാനായിട്ട് ഇന്ത്യയിലെ റോയുടെയൊക്കെ സ്പെഷ്യൽ പരിശീലനം കിട്ടിയ ഒരു സംഘം അതീവ രഹസ്യമായി മുംബൈ വിമാനത്താവളത്തിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് അവർ കയറാൻ നിൽക്കുമ്പോൾ ഇവരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ഇവരുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ബഗേജിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരെ? റോയെ. അപ്പം മുംബൈ അന്ന് ഭരിക്കുന്നത് മഹാരാഷ്ട്രയിൽ NCPയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു നയത്തെ പോലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ശരത് പവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് അബോർട്ട് ചെയ്തു. കാരണം ഇവരെ കൃത്യമായി ആ ഫ്ലൈറ്റിൽ പോകേണ്ട ആളുകളെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴേ ഇവർ റോയ് ആണെന്നൊക്കെ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. റോയ് ആണെങ്കിലും IB ആണെങ്കിലും റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് ഫ്ലൈറ്റ് പോയി ന്യൂസ് സ്പ്രെഡായി, ദാവൂദ് രക്ഷപ്പെട്ടു. അപ്പോൾ എക്കാലത്തും ഇന്ത്യയിലെ അത്യുന്നത രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാവൂദിനെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കായി നിൽക്കുന്നത്. ഒരുപക്ഷെ ദാവൂദിനെ ചിലപ്പോൾ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അയാൾക്കിപ്പോൾ 67 വയസ്സുണ്ട്, ഗുരുതരമായ രോഗങ്ങളുണ്ട്. അയാൾ രോഗബാധിതനായി തന്നെ മരിച്ചേക്കാം. പക്ഷേ ഇന്ത്യക്ക് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞ പോലെ 370 റദ്ദാക്കും, രാമക്ഷേത്രം പണിയും തുടങ്ങിയുള്ള കുറേ മുത്തലാഖിൻ്റെ നിരോധനം തുടങ്ങിയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. അക്കൂട്ടത്തിൽ പറയാതെ പറഞ്ഞ ഒന്നാണ് ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കുക എന്നുള്ളത് മോദി സർക്കാർ ഒരു നിമിഷം കൊണ്ട്, ഒരു മാസം കൊണ്ട് തീരുമാനിച്ചാൽ നടപ്പാവുന്ന കാര്യമല്ല. തീർച്ചയായും പാകിസ്ഥാനിലിരിക്കുമ്പോൾ, പാകിസ്ഥാൻ നമ്മുടെ ഒരു എനിമി സ്റ്റേറ്റും കൂടി ആയിരിക്കുമ്പോൾ അവരുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവരറിയാതെ അത്ര വിദഗ്ധമായ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 93 മുംബൈ സ്ഫോടനത്തിന് ശേഷം നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുണ്ട്. അതിൻ്റെ വില കൂടി കണക്കാക്കേണ്ടി വരും ഒരുപക്ഷെ മോദിയെ കുറ്റം പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ സിനിമാ ബന്ധം, ബോളിവുഡ് സിനിമയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന വെറും കഥകളല്ല. സിനിമയെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഈ സംഘങ്ങളൊക്കെ തന്നെയാണോ? നേരത്തെ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്ന പോലെ തന്നെ? തീർച്ചയായും അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ വന്നത് ബോളിവുഡിൽ നിന്നാണ്. ഇന്ത്യയിലെ പല നടന്മാർ, ചില ഖാൻമാരൊക്കെ ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമാകുന്നു, പാകിസ്ഥാനിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാലുഷ്യം ഉണ്ടാക്കി, വലിയ കാമ്പയിൻ ഉണ്ടാക്കി. ബോളിവുഡ് സിനിമാ ലോകം ആണ് മോദി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ പ്രചാരണം നടത്തി. അത് തീർച്ചയായും ചില കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ നോക്കൂ, ഇപ്പോൾ ഈ പറഞ്ഞ ഖാൻമാരൊക്കെ നരേന്ദ്രമോദിയെ കാണുന്നു, നരേന്ദ്രമോദിയെ കാണാൻ കാത്തു നിൽക്കുന്നു. എല്ലാവർക്കും പിക്ചർ മാറി. മുംബൈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ അധോലോകത്തിന്, വലിയ പണമൊഴുക്കിന് തടസ്സം വന്നിട്ടുണ്ട്. നോട്ട് നിരോധനം ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ UPI വഴി ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, എല്ലാം അക്കൗണ്ടഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ അൺഅക്കൗണ്ടഡ് മണി ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ വലിയ ഒരളവ് വരെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനോട് ഇനി പൊരുത്തപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞാൽ അയ്യപ്പദാസ് ഓർക്കുന്നുണ്ടാകും, തക്കിയുദ്ദീൻ അബ്ദുൽ വാഹിദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇടവ സ്വദേശിയായിരുന്നു. 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മുംബൈ ദാദറിൽ അദ്ദേഹത്തിന് ഗൾഫിലേക്ക് ആളുകളെ കൊണ്ടുവന്ന റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ജോലിയായിരുന്നു. വളരെ പെട്ടെന്ന് ഇതേ ഒരു വലിയ പ്രതിഭാസമായി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 92 മറ്റോ 92 എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, 1992 മുതൽ ഓപ്പൺ സ്കൈ പോളിസി വന്നു. അതായത് ഈ ആകാശ യാത്ര, വ്യോമ ഗതാഗതം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രം കുത്തകയായിരുന്നത് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. നരസിംഹറാവു സർക്കാരിൻ്റെ ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി സ്വകാര്യ കമ്പനികൾക്കും വ്യോമയാത്രാ സംരംഭങ്ങൾ നടത്താനുള്ള അവസരം കൊടുത്തപ്പോഴത്തേക്കാണ് മലയാളിയായ തക്കിയുദ്ദീൻ അബ്ദുൽ വാഹിദ് വളരെ പെട്ടെന്ന് സ്വകാര്യ മേഖലയിലെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം ഇടവ സ്വദേശിയാണ്, ഒരു വിമാന കമ്പനി ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റുകൾ ലോകത്തേക്ക് എല്ലായിടത്തേക്കും പോകുന്നു. വലിയ തോതിൽ ഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഓഫീസിലേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കാറിനുള്ളിൽ വെടിയേറ്റ് മരിച്ചു. പിറ്റേന്ന് ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ അതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ജാവേദ് ലക്കടവാല എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനുയായിയായിരുന്നു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്തുകൊണ്ടാണ്
വളരെ പെട്ടെന്ന് വളരെ സാധാരണ നിലയിൽ വന്ന 9ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ ആരംഭിച്ച 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ വയ്യ എന്നല്ല ഞാൻ പറയുന്നത്. വളരെ സാധാരണ രീതിയിൽ ദുബായിലേക്ക് ആളുകളെ കൊണ്ടുവന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി നടത്തിയിരുന്ന ആൾക്ക് വലിയ കോടികൾ മുടക്കി വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് വിമാന കമ്പനി തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം നന്നായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കെ, നഷ്ടമൊന്നും ഉണ്ടായപ്പോഴല്ല, നന്നായി നടത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. ലക്നവാല എന്ന് പറയുന്ന ജാവേദ് ലക്നവാല എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ വെടിയേറ്റും മരിക്കുന്നു. അന്വേഷിക്കുമ്പോൾ അയാൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളാണ്. അപ്പോൾ മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വലിയ ഇത്തരം അധോലോക ബന്ധങ്ങളുള്ള ആളുകൾ ചില ഇൻവെസ്റ്റർമാർക്ക് അവരുടെ പണം വലിയ തോതിൽ കൊടുക്കും, വ്യവസായം നടത്താൻ കൊടുക്കും, അതിന് ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പല മേഖലകളിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. വലിയ ജ്വല്ലറികൾ നടത്തുന്ന ആളുകൾ, വളരെ പെട്ടെന്ന് പണക്കാരായി കോടീശ്വരന്മാരായിട്ട് ലോകം മുഴുവൻ വ്യവസായം നടത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്നുന്ന ഫണ്ടുകളായിരിക്കാം. ഈ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, അതിൻ്റെ ലാഭം കൊടുക്കൽ, തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുടങ്ങുമ്പോൾ ഒരു വെടിവെച്ച് കേൾക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. മുംബൈയിൽ മാത്രമല്ല, ഇന്ത്യയിൽ പലയിടത്തും നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ കള്ളക്കടത്തുകാരുടെ കാസർഗോഡ് ഹംസ വധക്കേസൊക്കെ നമുക്കറിയാം. കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്ന ആൾ വളരെ പെട്ടെന്ന് അവരുമായി ടൈംസ് തെറ്റുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. കേരളത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ കള്ളപ്പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നിയമാനുസൃതമല്ലാതെ പിൻവാതിലൂടെ വരുന്ന പണം ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സുകൾ നമ്മൾ അവിശ്വസനീയമാവും. നമ്മളൊക്കെ പറയുമല്ലോ, കഠിനാധ്വാനം ചെയ്താണ് ഞാൻ പണക്കാരനെന്നൊക്കെ പറയും. എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരാൾക്ക് ഒരു 100 കോടി രൂപയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ 1000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം ഒരു നിസ്വന് ഉണ്ടാക്കിയെടുക്കുക, ഒന്നുമല്ലാതിരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പലയിടത്തുനിന്നായി ഫണ്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി ബിസിനസ്, സിനിമ തുടങ്ങിയ മേഖലകളിൽ ഹവാല പണം അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഉള്ള പണം ഇതുപോലെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലേക്ക് ഒരു കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് പാകിസ്ഥാനിൽ അച്ചടിച്ച ഇന്ത്യൻ നോട്ടിനോട് ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത കള്ളനോട്ടുകൾ ഒരു കണ്ടെയ്നർ കൊച്ചിയിലെത്തിയിട്ട് ഈ കണ്ടെയ്നർ അങ്ങോട്ട് പോയി എന്നറിയില്ല. അത് കുഞ്ഞാലിക്കുട്ടിക്ക് ബന്ധമെന്നൊക്കെ പറയണ്ട. ആരുടെ ബന്ധമെന്ന് അറിയില്ല. അതൊക്കെ വെറുതെ വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആൾ പലപ്പോഴും ആളുകൾക്ക് വഴി കിടക്കുന്ന ഒരു ചണ്ടയാണ്. എന്ത് വന്നാലും കുഞ്ഞാലിക്കുട്ടിയുടെ തലയിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ആരെയും പറയാനുള്ള ഒരു തെളിവില്ല. ഞാൻ പറയുന്നു, സർക്കാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഇങ്ങനെ ഒരു കണ്ടെയ്നർ നിറയെ പണം വന്നിട്ടുണ്ടായിരുന്നു. ആ പണം എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലെ ആശുപത്രിയിലോ അദ്ദേഹത്തിൻ്റെ ആഡംബര ഫ്ലാറ്റിലോ ഒരുപക്ഷെ ഇപ്പോഴും സുഖമായിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വെന്റിലേറ്ററിലായിരിക്കാം. ദാവൂദിൻ്റെ ആരാധകരും അനുയായികളും നമുക്ക് ചുറ്റും വളരെ സജീവമായിട്ടുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒഴുകുന്ന പണം ഇങ്ങനെയുള്ള പണമൊക്കെയാണ്. സിനിമയെ നിയന്ത്രിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഒരു വർഷം 300-400 സിനിമ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമകൾ പലതും ഇറങ്ങി ഒറ്റ ദിവസം തിയേറ്ററിൽ ഓടുന്നില്ല. എന്നിട്ടും പരാജയപ്പെടുന്ന സിനിമകളുണ്ടാകുക. നമ്മളൊരു സിനിമ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ട്, ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടിട്ട് നമുക്ക് സിനിമയുടെ സാങ്കേതികത്വം നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾ പോലും അമ്പരപ്പിക്കും. ഇത്തരം സിനിമകൾക്കൊക്കെ പണം മുടക്കാൻ ആളുകൾ അവിടെ വരുന്നു. ഒരു സിനിമ വേണമെങ്കിൽ മിനിമം ഒരു 5 കോടി അല്ലെങ്കിൽ 10 കോടിക്ക് ഇടയ്ക്ക് വേണം ഒരു സാധാരണ സിനിമ ഇറക്കാൻ. ഈ പടങ്ങൾ ഇറങ്ങി പൊട്ടാൻ വേണ്ടി സിനിമ ഇറങ്ങുക. ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും കേരളത്തിൽ പോലും നമ്മൾ പോലും എല്ലാ ആഴ്ചകളിലും അതിശയിക്കുന്നു, എന്ന് ഈ സിനിമ ഇറക്കുന്നു നമുക്ക് അറിയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ പണം ഇങ്ങനെ വിനിയോഗിച്ച് ചില സിനിമകൾ ഇറക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതല്ല, നമ്മൾ അറിഞ്ഞത് മാത്രമല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആശാവഹമായ ഒരു കാര്യം, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഇത്തരം കറുത്ത ശക്തികളെ തിരശ്ശീലയിൽ നിന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ സർക്കാരിനോട് വലിയ തോതിലുള്ള വിദ്വേഷവും പകയും ചില കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നത്. ദാവൂദിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യയുടെ ഏജൻസികൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസിയാണ്. ദാവൂദിനെ ഒരു ദിവസം അവർക്ക് പിടിക്കാൻ കഴിയുമായിരിക്കും എന്ന് തന്നെ നമുക്ക്. ദാവൂദ് ഒരു ദുരൂഹതയായി ഇപ്പോഴും തുടരുന്നു. ദാവൂദ് ഒരു ദുരൂഹതയാണ്. ആ ദുരൂഹത ഇന്ത്യയുടെ ഏജൻസികൾ ഒരുപക്ഷെ മാറ്റിയെടുത്തേക്കും. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.